പ്രിയ ദേശനിവാസികളെ, നമ്മളെല്ലാവരും അറിയുന്ന പോലെ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം ഒരിക്കൽ കൂടെ നിങ്ങളോട് ഘോഷിക്കുകയാണ്. എന്തിന് ഘോഷിക്കുന്നു? എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം ഏതാണ്ട് ക്രിസ്തീയ മതവിശ്വാസികളാണ്. എന്നാൽ പ്രിയപ്പെട്ട നിങ്ങൾ ഒരു കാര്യം അറിയണം, ഞാൻ ഹിന്ദു മതത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടിട്ടാണ് നിങ്ങളുടെ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ഒന്നാമത്തെ ദൈവം കൽപ്പിച്ചിരിക്കുന്ന അവനെ പറ്റിയുള്ള പ്രവൃത്തി എന്താണെന്നറിയാമോ? സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ തീയാടിക്കൽ ദേശത്ത് നിങ്ങളുടെ ഇടയിൽ മാത്രമാണ് പ്രസംഗിക്കുന്നതല്ല. ഞാൻ കേരളത്തിന്റെ സകല കരകളിലും പോയിട്ട് മുസ്ലിങ്ങൾ മാത്രമുള്ളിടത്തും ഹിന്ദുക്കൾ മാത്രമുള്ളിടത്തും തല്ല് കിട്ടിയും പ്രിയപ്പെട്ട ഓരോ ദിവസം ചീത്തവിളി കേട്ടും തുപ്പലേറ്റും കൊണ്ടാണ് ഞാൻ ഓരോ ദിവസം വഴിത്തലകിൽ നിൽക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയപ്പെട്ട കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം വീതം വെക്കുന്ന ആ രാജകിരീടം പ്രാപിക്കുമെന്നുള്ള ഉറപ്പോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. വെറുതെ അന്തരീക്ഷത്തിൽ മുഷ്ടിയുദ്ധം ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പോൾ നോക്കി അത്രയും പറഞ്ഞ് ഞാൻ ഭാഗം നിർത്തും. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടത്, യേശുക്രിസ്തു എന്തിനാണ് മരിച്ചത്? നിങ്ങൾ സൺഡേ സ്കൂളിൽ പലതും പഠിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ യഹൂദന്മാർക്ക് പറ്റിയതുപോലെ നിങ്ങൾക്കും പല പരാജയങ്ങളും പറ്റിയിട്ടുണ്ട്. അതെന്താണ് യഹൂദന്മാർക്ക് പറ്റിയ പരാജയം? അവനെ കല്ലറയിൽ അടക്കുമ്പോഴേ അവരുടെ പടയാളികൾ പോയിട്ട്, അല്ലെങ്കിൽ എന്താണ്, യഹൂദ പുരോഹിതന്മാർ പോയിട്ട് ആ പീലാത്തോസിനോട് പറഞ്ഞു, യജമാനെ, ഇവൻ ജീവിച്ചിരുന്നതിനേക്കാളും വലിയ പ്രശ്നമുണ്ടാക്കും മരിച്ചതിന് ശേഷം. ഇവൻ മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞത് വഴി ഇവന്റെ ശിഷ്യന്മാർ ഇവന്റെ ശരീരം കട്ടുകൊണ്ട് പോയിട്ട് ഇവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ചതിവ് ആദ്യത്തേതിനേക്കാളും വലുതായിരിക്കും. ആകയാൽ എന്താണ്, നമുക്ക് കല്ലറ മുദ്ര വെച്ച് ഉറപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പീലാത്തോസ് പടയാളികളെയും കൊടുത്തു. അത് റോമൻ മുദ്ര വെച്ച് അടയാളപ്പെടുത്തി എന്താണ് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കാര്യം പടയാളികൾ കണ്ടതാണ്. യേശുക്രിസ്തു കല്ലറ വിട്ട് പോയതും അവന്റെ ശിഷ്യന്മാർ അവനെ വന്ന് കണ്ടതും മറിയ അവിടെ വന്നതും ഒക്കെ എന്താണ് പടയാളികൾ കണ്ടതാണ്. അവരാ സത്യം ചെന്നിട്ട് യഹൂദ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അവൻ അവിടെ ഇല്ല, അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞു. അവർ ഉയർത്തെഴുന്നേറ്റ കാര്യം പറഞ്ഞപ്പോഴേ ആ യഹൂദ പുരോഹിതന്മാർ പറഞ്ഞു, ആവട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ അറിഞ്ഞ സത്യം ആരോടും പറയല്ല. നിങ്ങൾ പോയിട്ട് ഇങ്ങനെ പറയണം, ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോഴേ അവന്റെ ശിഷ്യന്മാർ വന്നിട്ട് അവന്റെ ശരീരം കട്ടുകൊണ്ട് പോയി എന്ന് പറയണം. നിങ്ങൾക്കെതിരെ നാടുവാഴി എന്തെങ്കിലും നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാലോ ഞങ്ങൾ അത് പറഞ്ഞ് സ്വസ്ഥതപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ നടുവിൽ ഉണ്ടാകുന്നു എന്നാണ്. ഇന്ന് വരെ യഹൂദന്മാർ വിചാരിക്കുന്ന കാര്യം എന്താണ്? യേശുക്രിസ്തു കള്ളനാണ്, അവൻ മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ല എന്ന് അവർ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. എന്താ പ്രശ്നമെന്നറിയാൻ പ്രിയപ്പെട്ടവരെ? യഹൂദന്മാർ വേണ്ട നരകത്തിന്റെ അനുഭവത്തിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അന്ന് മുതൽ അവർക്ക് ഇന്ന് വരെ സ്വസ്ഥത കിട്ടിയിട്ടില്ല. AD 70 ഒരു രാജാവ് വന്നിട്ട് യഹൂദ ദേവാലയം ചുട്ടുകളഞ്ഞ് യഹൂദ ജനങ്ങൾ എന്താണ് സർവ്വലോകത്തും ചിതറിപ്പോയി. കൊച്ചിയിൽ വന്നിട്ട് 1900 വർഷങ്ങളോളം അവർ ജീവിച്ചവരാണ്. എന്നാൽ നോക്കുവിന് അവർ മടങ്ങിപ്പോയിട്ട് സ്വസ്ഥതയുണ്ടോ? ഇല്ല. സകല രാജ്യങ്ങൾക്കും അവർക്കെതിരെ യുദ്ധം ചെയ്യുമ്പോഴേ അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആയുധങ്ങളുടെ കൂമ്പാരം ഉണ്ടാക്കിക്കൊണ്ട് അവരെന്താണ് ഉറക്കമില്ലാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ കള്ളക്കഥ അവർ വിശ്വസിക്കുന്നുണ്ട്. യേശുക്രിസ്തു ഒരിക്കൽ അവരോട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്നറിയാം? ശ്രദ്ധ വെച്ച് കേൾക്കണമേ. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കലേക്ക് അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞിനെ ചെറിയൻ കീഴിൽ പാർപ്പിക്കുന്നത് പോലെ നിങ്ങളെ പാർപ്പിക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം ശൂന്യമായിട്ട് തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ഇനി എന്നെ കാണത്തില്ല. പ്രിയപ്പെട്ടവരെ, യെരുശലേമിന് സമാധാനം വരണമെങ്കിൽ യേശുക്രിസ്തു മടങ്ങി വരണം. യേശുക്രിസ്തു മടങ്ങി വരണമെങ്കിൽ എന്താണ് യഹൂദന്മാർ യേശുക്രിസ്തു കീഴടങ്ങണം. കർത്താവെ, ഞങ്ങൾ നിന്നെ കുത്തി, ഞങ്ങളാണ് നിന്നെ കൊന്നത്, നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷകരെന്ന് ഏറ്റു പറഞ്ഞ് കർത്താവിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ക്ഷണിച്ചിട്ടല്ലാതെ യേശുക്രിസ്തു മടങ്ങി വരത്തില്ല. യേശുക്രിസ്തു മടങ്ങി വന്നിട്ടല്ലാതെ, യേശുക്രിസ്തു യെരുശലേമിൽ തന്റെ സിംഹാസനം ഉറപ്പിച്ചിട്ടല്ലാതെ യെരുശലേമിന് സ്വസ്ഥത വരുത്തുമില്ല. അത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട നഗരമായതുകൊണ്ട് അന്ന് മുതൽ എന്താണ് ശത്രുക്കൾ അതിനെതിരെ യുദ്ധം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലയോ? യെരുശലേമിന്റെ സമാധാനമാണ് ലോകത്തിന്റെ സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ യെരുശലേമിലേക്ക് യേശുക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി എന്ന് മടങ്ങി വരുന്നുവോ അന്ന് മാത്രമേ ലോകത്തിലും സമാധാനം ഉണ്ടാകത്തുള്ളൂ. അന്ന് മാത്രമേ ഭൂമിയിലെ യുദ്ധം അവസാനിക്കത്തുള്ളൂ. അന്ന് മാത്രമേ ഭൂമിയിലെ വൈറസുകൾ നീങ്ങിപ്പോകത്തുള്ളൂ, രോഗമില്ലാതെയായിട്ട് തീരത്തുള്ളൂ. അന്ന് മാത്രമേ മതഭക്തി നീങ്ങിപ്പോകത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. അന്ന് മാത്രമേ ഇവിടെ എന്താണ് മാംസഭൂക്കൾ ഇല്ലാതെയായിട്ട് തീരത്തുള്ളൂ. ഇവിടെ എന്താണ് വന്യമൃഗങ്ങളുള്ള ആപത്ത് തീരത്തുള്ളൂ. അതായത് യേശുക്രിസ്തു എന്ന് യെരുശലേമിലേക്ക് വരുന്നുവോ അന്ന് യെരുശലേമിന്റെ സമാധാനം നമ്മുടെയും സമാധാനം. എന്നാൽ ആ യേശുക്രിസ്തു മടങ്ങി വരണമെങ്കിൽ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കണം. അന്ന് അവനെ എന്താണ് പരിഹസിച്ച് തുപ്പിയ യഹൂദന്മാര് അവർ നിന്ദിച്ച ഈ യേശുക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞിട്ടല്ലാതെ സമാധാനം വരത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതവിടെ നിൽക്കട്ടെ. നിന്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലും കുടുംബപരമായിരിക്കുന്ന അനുഭവത്തിലും സമാധാനം വരാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ യേശുക്രിസ്തുവിനെ നിന്റെ രാജാവും
നിന്റെ കർത്താവുമായിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളിപ്പിച്ചില്ല. ഈ യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ വിളിച്ച് ക്ഷണിച്ചില്ല. അവൻ നിന്റെ ഹൃദയത്തിൽ വാണതുമില്ല. അതുകൊണ്ട് നിനക്ക് സമാധാനമില്ല. അതുകൊണ്ട് നീ പാപം ചെയ്യുന്നു. അതുകൊണ്ടെന്താണ് യെരൂശലേമിൽ തകർന്നിരിക്കുന്ന പോലെ നിന്റെ ഹൃദയവും നിന്റെ ഭവനവും തകർന്ന് ശൂന്യമായിട്ടിരിക്കുന്നു. കാരണം എന്താണ്? യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തിന് നീ കീഴടങ്ങുമ്പോൾ മാത്രമേ നിനക്കും സമാധാനമുള്ളൂ. പ്രിയപ്പെട്ട, ഞാനിത് അനുഭവിച്ചറിഞ്ഞവനാ. എന്ന് ഞാൻ യേശുക്രിസ്തുവിന് കീഴടങ്ങിയോ അന്ന് സമാധാനം കൊണ്ട് ഞാൻ അറിയപ്പെട്ടു. എന്ന് ഞാൻ യേശുക്രിസ്തുവിനെ എന്റെ രക്ഷകനായിട്ട് അംഗീകരിച്ചുവോ അന്ന് ഞാൻ സമാധാനമുള്ളവനായിട്ട് തീർന്നു. അന്ന് വരെ ഞാൻ സാഹിത്യവും തത്വജ്ഞാനം കൊണ്ട് കവിതയും മറ്റു വിധമായിരിക്കുന്ന അനുഭവത്തിൽ കൊണ്ട് ഞാൻ എന്തോ വലിയവനാണെന്നുള്ള അഹങ്കാരത്തോട് ജീവിച്ചു. പാപത്തിന്റെ ചേറ്റുകുഴിയിലേക്ക് ഞാൻ അഗാധതയിലേക്ക് താണുപോയി. ഒരു ദിവസം പോലും സമാധാനമില്ലാതെ നിങ്ങൾ കേൾക്കുന്ന വണ്ണം ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ കർത്താവ് എന്നെ പേർ ചൊല്ലി വിളിച്ചു. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത് എന്റെ സ്വന്തം കഴിവുകൊണ്ടല്ല, ഇത് കർത്താവിന്റെ കരുണയാണ്. ഞാൻ ആയുസോടെ നിൽക്കുന്നത് യേശുക്രിസ്തു എന്ന ദാനമാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ പരിജ്ഞാനത്തോടെ സംസാരിക്കുന്നതിൽ കർത്താവിന്റെ ആത്മാവ് എനിക്ക് തന്ന പരിജ്ഞാനമാണ്. ഞാനൊന്നുമേ സ്വന്തമായിട്ട് നേടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മനസ്സിന് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങളെ പോലുള്ള ഉപദേശിമാർ നിങ്ങളോടുള്ള കരുണാധികത്തിലാണ് പ്രസംഗിക്കുന്നത്. കാരണം ഞങ്ങൾക്കൊരു അറിവുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പാപികളല്ലയോ? അതേ പാപികളാണ്. ദൈവമോ അയ്യോ അവൻ പരിശുദ്ധനല്ലയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്പമെങ്കിലും നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ, അല്പമെങ്കിലും ബുദ്ധി ഉണ്ടാക്കി ഒന്ന് ചിന്തിച്ചേ. ദൈവം പരിശുദ്ധനാണ് നിങ്ങൾ അംഗീകരിച്ചു, നിങ്ങൾ പാപിയാണെന്ന് നിങ്ങൾ അംഗീകരിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ പുരോഹിതന്മാർ ധൂപപ്രാർത്ഥന ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. യഥാർത്ഥമായിരിക്കുന്ന ജീവിതം ആരംഭിക്കുന്നത് മരിച്ചതിന് ശേഷമാണ്. ഇത് മായല്ലയോ പ്രിയപ്പെട്ടവരെ? ഇതെന്താണ്? മായാ ലോകവും മായാ ജീവിതവും അല്ലയോ? ഇന്നലെ ജനിച്ചു, നാളെ മരിച്ചു പോകുന്നു. ഈ ഭൂമിയിൽ നാളെ അവസാനിക്കും. എന്നാൽ സ്ഥിരവും നിത്യവുമായിരിക്കുന്ന ഒരു ജീവിതം ആരംഭിക്കുന്നത് മരിച്ചതിന് ശേഷമാണ്. ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം ആരംഭിക്കുന്നത് അവളുടെ വിവാഹത്തിന് ശേഷമാണെങ്കിൽ, ഒരു മനുഷ്യന്റെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം ആരംഭിക്കുന്നത് ഈ ഭൂമിയിലെ മരിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ പാപികളായിരിക്കും നമുക്ക് അവനോട് കൂടെ അവൻ ഇരിക്കുന്നിടത്ത് ഇരിപ്പാൻ കഴിയാത്തത് കൊണ്ട് അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെയും കൂടി ഇരുത്തണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം നമുക്ക് പാപമോചനം നൽകി തന്ന് നമ്മളെ വിശുദ്ധന്മാരും നിഷ്കളങ്കന്മാരുമാക്കി തീർത്തിട്ട് ആ ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു ഇരിക്കുന്ന അതേ ഭാഗത്തിരുത്തുവാൻ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. ഇതിനാണ് ദൈവത്തിന് നമ്മളോട് സ്നേഹം, അഗാധമായിരിക്കുന്ന സ്നേഹം, ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത്. ഈ ഉദ്ദേശത്തിൽ നിന്നാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഉണ്ടാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപികളായിരിക്കും നമുക്ക് അവിടെ പ്രവേശിപ്പാൻ കഴിയുമോ? കഴിഞ്ഞിട്ടില്ല, ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് ആരുടെ ഹൃദയം ദേഷ്യപ്പെടല്ലേ, ആരുടെ ഹൃദയം കഴിക്കുകയും വേണ്ട. പ്രിയപ്പെട്ടവരെ, എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ യഹൂദന്മാർക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് ഇനിയും പറ്റരുത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെ തള്ളിക്കളഞ്ഞ ക്രിസ്ത്യ മതമാകട്ടെ, ഹിന്ദു മതമാകട്ടെ, ഇതര മതമാകട്ടെ, ഈ കർത്താവിന്റെ സുവിശേഷത്തിനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്ത ഏത് തലമുറ നന്നായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അനേകം ഉദാഹരണങ്ങൾ ഞാൻ തരാം. എന്റെ ജീവിതം തന്നെ ഒരു ഉദാഹരണമാണ്. റാന്നി ബസ് സ്റ്റാൻഡിൽ വെച്ച് എനിക്ക് 21 വയസ്സുള്ളപ്പോൾ, അയ്യോ അന്നും കടം കയറി തകർന്ന ജീവിതം, അന്നും പാപമംഗലമായിരിക്കുന്ന ജീവിതം. ഒരു പാവപ്പെട്ട ഉപദേശി അവിടെ നിന്ന് സുവിശേഷം പറയാം. ഞാൻ എന്നെ പറ്റി തന്നെ വിധിച്ചാൽ കുഴപ്പമില്ലല്ലോ. ഒരു പാവപ്പെട്ട വൃദ്ധനായിരിക്കുന്ന ഒരു ഉപദേശി അവിടെ നിന്ന് സുവിശേഷം ഘോഷിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സൈഡിൽ കൂടെ റാന്നി ഇട്ടിയപ്പാറ സ്റ്റാൻഡിൽ കൂടെ നടന്നു പോവുകയാണ്. നശിച്ചതാണ്, തകർന്നു കിടക്കുന്ന ജീവിതമാണ് അന്നും എന്റേത്. ഈ ഉപദേശി, ആ പാവപ്പെട്ട വൃദ്ധൻ എന്റെ കയ്യിൽ ഒരു ട്രാക്ട് തന്നു കേട്ടോ. ഞാൻ ആരാണെന്ന് അറിയാമോ? അഹങ്കാരത്തിന്റെ മണ്ടയ്ക്ക് കയറി ഇന്നലായിരുന്നു. ഞാൻ അപ്പച്ചന്റെ കയ്യിൽ നിന്ന് ആ ട്രാക്ട് മേടിച്ച് വേണ്ടാത്തൊന്നും ഞാൻ പറഞ്ഞില്ല. ഇടത്ത് സൈഡിലാണ് അപ്പച്ചൻ നിന്നത്. ഞാൻ ഇടം കൈ കൊണ്ട് ഈ ട്രാക്ട് മേടിച്ചു. എന്നിട്ട് വലത്തെ കയ്യിലോട്ട് അത് മാറ്റിയിട്ടിട്ടുണ്ടല്ലോ. ചുരുട്ടി കൂട്ടി ദൂരേക്ക് ഒരു ഏറ് എറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പുറമെ ഞാൻ നല്ലവനായിരുന്നു കേട്ടോ. പുറമെ ഞാൻ ശാന്തനാകട്ടോ. പുറമെ സൗമ്യൻ, ആരോടും വഴക്കുണ്ടാക്കത്തില്ല. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിടയ്ക്കലോമാർക്കൊന്നും ഒരു പണിയുമില്ലയോ? ഈ നട്ടുച്ച സമയത്ത് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനൊക്കെ ഇറങ്ങിയിരിക്കുന്നു. പോയി വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അതായിരുന്നു എന്റെ നാശത്തിന്റെ, സമ്പൂർണ്ണ നാശത്തിന്റെ ആരംഭം അവിടെയായിരുന്നു. അന്ന് മുതൽ 13 വർഷക്കാലം എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ, എനിക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ, കഠിനാധ്വാനം ചെയ്യാഞ്ഞിട്ടാണോ എന്റെ ഉപജീവന മാർഗം മുഴുവൻ കടം കയറി നശിച്ചു. അനേക പാപ വഴികൾ കൂടെ ഞാൻ മുങ്ങിത്താണു. പ്രിയപ്പെട്ടവരെ, അവസാനം ആത്മഹത്യ ചെയ്യുവാനും തീരുമാനിച്ചപ്പോൾ ഞാൻ തള്ളിക്കളഞ്ഞ, ഞാൻ ചുരുട്ടിക്കൂട്ടി കളഞ്ഞ അതേ കർത്താവ് എന്നെ തേടി കടന്നു വരികയാണ് മറ്റൊരു ദൈവദാസൻ മുഖാന്തരം. അന്നൊരു ഉപദേശിയുടെ മുമ്പിൽ ഞാൻ ചുരുട്ടിക്കൂട്ടി കളഞ്ഞെങ്കിൽ അതുപോലെ വേറൊരു ഉപദേശിയെ ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എന്റെ അടുക്കലേക്ക് വിട്ടിട്ട് പറഞ്ഞു, മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ രക്ഷയിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ശരീരം എന്താണ്? നിങ്ങൾ തല്ലിക്കൊന്നാലും കുത്തിക്കൊന്നാലും തുപ്പിയാലും ഒന്നും പ്രശ്നമില്ലെന്നേ. കാരണം ഇത് ദാനമായിട്ട് കിട്ടിയതാ പ്രിയപ്പെട്ടെ. അതുകൊണ്ടാണ് ലജ്ജ കൂടാതെ പ്രസംഗിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നോക്കുവിൻ, ക്രിസ്തീയ മതവിശ്വാസികളായിരിക്കും നിങ്ങൾ ആരും എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. എന്നുള്ളൊരു കാര്യം അറിയണം. ഒരു ഹിന്ദുവായിരുന്നു ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് അല്പം ലജ്ജ കൂടെ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആകിയാൽ പ്രിയപ്പെട്ടവരെ, കേട്ടുകൊള്ളുവിന്, ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചിട്ടല്ലാതെ പാപമോചനമില്ലല്ലോ. എന്നാൽ നോക്കുവിന്, നമ്മളെ സ്വർഗത്തിലേക്ക് ഇരുത്തുവാൻ ദൈവത്തിന് പ്രസാദമുള്ളത് കൊണ്ടും ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇപ്പോഴും സ്നേഹിക്കുന്നത് കൊണ്ടും ആ ദൈവത്തിന്റെ കരുണാധിക്യം എന്താണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്കറിയാം, നമ്മളെല്ലാം ഒരപ്പന്റെ മക്കളാണ്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുറിയാനി ക്രിസ്ത്യാനിയായാലും ശരി, എന്താണ് ഞങ്ങൾ റാന്നി എന്ന് പ്രസംഗിക്കുമ്പോൾ ചിലർ പറയും ഞങ്ങൾ 345 അങ്ങ് ഇവിടെ സിറിയയിൽ നിന്ന് വന്നവരാന്ന് മറ്റൊരു കൂട്ടര്.
മറ്റൊരു കൂട്ടർ പറയും ഞങ്ങൾ ഈ ക്രിസ്ത്യ മതത്തിൽ തന്നെ ഞങ്ങളാണ് കൂടിയവര്, മറ്റൊരു കൂട്ടർ പറഞ്ഞു ഞങ്ങളാണ്. ഒത്തിരി കുടുംബയോഗങ്ങൾ നടത്തി, ഇപ്പൊ അത് കാണുന്നില്ല. ബാനർ എഴുതി വെക്കും ഞങ്ങളാണ് പുരാതനമായിരിക്കുന്ന കുടുംബങ്ങൾ. പ്രിയപ്പെട്ട ഒക്കെ ശരിയാണ്, പക്ഷെ നമ്മുടെ എല്ലാം അപ്പൻ ഒരാളില്ലയോ? ആരാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ പറയും ദൈവമാണ്. നല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കും. നമ്മുടെ അപ്പൻ ദൈവമല്ല, പിന്നെ ആരാണെന്ന് അറിയാമോ? 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു പുരുഷനെയല്ലേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഞാൻ ചരിത്രമാണ് പറഞ്ഞത്, ഇത് ഹിസ്റ്ററിയാണ്. ആ 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിൽ ഒരു പുരുഷനെയല്ലേ സൃഷ്ടിച്ചിട്ടുള്ളൂ, 2 പുരുഷന്മാരെ സൃഷ്ടിച്ചിട്ടില്ല. അവൻ ആദം, ഞാനത് വിശദീകരിക്കുന്നില്ല, അവൻ പാപം ചെയ്തു. ആത്മാവിൽ വിശുദ്ധനായിരുന്ന ആദം പാപം ചെയ്ത് ആത്മാവിൽ പാപിയും സാത്താന്റെ സന്തതിയും ദൈവത്തിന്റെ ശത്രുവുമായിട്ട് ഏതിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പാപിയായിരിക്കുന്ന സാത്താന്റെ സന്തതിയായിട്ടാണ് നമ്മളെല്ലാം ജനിച്ചത്. എന്നാ പറയുന്നതിന് എന്താ ലജ്ജ എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ അപ്പൻ ആദമാണെങ്കിൽ നമ്മുടെ വല്യപ്പൻ ആരാണ്? സാത്താനായിട്ട് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപിയായിരിക്കുന്നു. നമ്മൾ ഇന്ന് മരിച്ച നരകത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് തന്നെ മരണമുള്ള എല്ലാവരും ഒന്ന് കേട്ടോണേ. ഇതിന്റെ എല്ലാം കണക്ക് നമുക്ക് തീർക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ പാട്ടിന്റെ അവസാനം പാടിയില്ലയോ, തിരികിതമികയെ തികച്ച് എന്റെ വേലയെ തികച്ച് നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗത്തിന്റെ കണക്ക് നിങ്ങൾ കൊടുത്തേ പറ്റും. കാരണം ഞാൻ അത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അല്ലയോ തീയാടിക്കൽ ദേശമേ, അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ എന്നിലിരിക്കുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആദം ചെയ്ത പാപത്താല് അവന്റെ രക്തത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ഉണ്ടായത്. അപ്പോൾ പിന്നെ മതങ്ങൾ എങ്ങനെ ഉണ്ടായി? ഏത് ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാൻ പ്രിയപ്പെട്ടവരെ, കാരണം ദൈവം തന്നെ ആത്മാവ്. അപ്പോൾ പിന്നെ മതങ്ങൾ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, മതങ്ങൾ ദൈവം ഉണ്ടാക്കിയല്ലേ. പണ്ട് നമ്മുടെ വയലാറ് പാടി, മനുഷ്യർ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യരും മതങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചത്. പ്രിയപ്പെട്ട അദ്ദേഹത്തിന് ദൈവമായിരുന്നു അറിയത്തില്ലായിരുന്നു. അദ്ദേഹം എന്താണ്, ഒരു ദൈവം ഇല്ലെന്ന് വാദിക്കുന്ന ഒരുത്തനായിരുന്നു, ഒരു യുക്തിവാദിയായിരുന്നു. അവൻ പറഞ്ഞു മനുഷ്യനാണ് ദൈവത്തെ സൃഷ്ടിച്ചെന്ന്. അല്ല പ്രിയപ്പെട്ട, മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്. അല്ല പ്രിയപ്പെട്ടവരെ, മതം സൃഷ്ടിച്ചത് ദൈവമല്ല, മതം സൃഷ്ടിച്ചത് മനുഷ്യനുമല്ല. പിന്നെ ആരാ സൃഷ്ടിച്ചത്? അത് പിശാചിന്റെ ഹൃദയത്തിലെ ഒരു തന്ത്രമായിരുന്നു. എന്താണെന്നറിയാമോ? ക്രിസ്തീയ മതം ഉൾപ്പെടെ, എന്ന് വെച്ചാൽ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത അനേകം മതങ്ങളായിട്ട് മനുഷ്യനെ കണ്ണങ്ങളാക്കി നിർത്തിയിട്ട് തമ്മിൽ ദൈവത്തിന്റെ പേര് വന്ന് പറഞ്ഞ് കൊന്നൊടുക്കി. ക്രിസ്തീയ മതമാകട്ടെ, ഹിന്ദു മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, മതത്തിന്റെ പേരിൽ കൊല്ലുന്നവരും കൊല്ലപ്പെട്ടവരും എല്ലാം മരിച്ചിട്ട് ഒരു നരകത്തിലേക്ക് പോവുകയാണ്. അതായത് ഒരു കിണറ്റിലേക്ക് തന്നെയാണ് എല്ലാത്തിനെയും തള്ളുന്നതെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമുക്കറിയാം, ഇന്ത്യ വിഭജനത്തിന്റെ കാലത്ത് ഏതാണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ എന്താണ് വെട്ടിക്കൊന്നു. എല്ലാരും പോയി കിടക്കുന്ന ഒരേ നരകത്തിൽ അറിയപ്പെട്ടത്. ഇത് പിശാചിന്റെ വഞ്ചനയാ. മതഭക്തി പിശാചിന്റെ വഞ്ചനയാ. ക്രിസ്തീയ മതം ഉൾപ്പെടെ പിശാചിന്റെ വഞ്ചനയാ. പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത മതഭക്തിയിൽ നിന്നുകൊണ്ട് പാപങ്ങളെ സഹായിക്കുക, മറ്റുള്ളവരുടെ കരുണ ചെയ്യുക, അതൊക്കെ ചെയ്തു. അതൊക്കെ നല്ല പ്രവൃത്തി തന്നെ. പക്ഷെ പാപമോചനം നൽകി കിട്ടുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, നമുക്ക് ഇതൊക്കെ കൊണ്ട് എന്താ പ്രയോജനം? നിങ്ങൾ നിങ്ങളുടെ പണം മുഴുവനും പള്ളിക്ക് വേണ്ടി കൊടുത്തിട്ടും പാപമോചനം നേടാതെ പാപിയായിട്ടാണ് നിങ്ങൾ അടക്കപ്പെടുന്നതെങ്കിൽ എന്തോന്ന് പ്രയോജനം പ്രിയപ്പെട്ടവരെ? കർത്താവ് ചോദിച്ചില്ലയോ, നിങ്ങൾ സർവ്വലോകവും നേടിയിട്ടും നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നേടുന്നില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? അതേ, പാപമോചനം നേടാതെ നമ്മൾ മരിക്കുന്നുവെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? ഞാനത് ഇനി വിശദീകരിക്കുന്നില്ല. ആദമിന്റെ മക്കളായിരിക്കും നമ്മൾ. പ്രിയപ്പെട്ട, എന്റെ അപ്പൻ ആദമായിരുന്നു, നിങ്ങളുടെ അപ്പൻ ആദമാണ്. നമ്മളെല്ലാം ഒരപ്പന്റെ മക്കളാണ്. ആ അപ്പൻ സാത്താന്റെ സന്തതിയായിട്ട് മാറ്റപ്പെട്ടവനുമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ശത്രുവാണ് പാപി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശത്രു എന്നാണ്. ദൈവവും ഞങ്ങൾക്ക് തമ്മിൽ പങ്കും ഓഹരിയും ഇല്ലെന്നാണ് എന്റെ അർത്ഥം. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ പാപിയായിരിക്കുന്ന ആദമിന്റെ സന്തതിയായിട്ട് ജനിക്കപ്പെട്ട നമ്മൾ എല്ലാവരും മരിച്ച് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോൾ ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാ വിവാഹം കഴിച്ചത്? മരണം വരെയും ഒന്നിച്ച് ജീവിക്കാൻ. പക്ഷെ ഇടയ്ക്ക് ചിലർ ഡൈവോഴ്സ് ചെയ്യപ്പെടുന്നു. കാരണം എന്താണ്? പാപം കടന്നു വരുന്നു, അവിശ്വസ്തത കടന്നു വരുന്നു, താഴ്മയില്ലായ്മ വരുന്നു, ഡൈവോഴ്സ് ആകുന്നു. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? മരണം വരെയും ഒന്നിച്ച് ജീവിക്കണം. എന്നാൽ ദൈവം മരണമില്ലാത്തവനും എന്നേക്കും ജീവിക്കുന്നതിനായതുകൊണ്ട് ദൈവം മനുഷ്യനെ തന്റെ രൂപത്തിൽ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? അതേ പ്രിയപ്പെട്ടവരെ, മരണമില്ലാത്ത ദൈവത്തോടു കൂടെ നമ്മളും മരണമില്ലാത്തവനായിട്ട് ജീവിക്കണമെന്നായിരുന്നു. പക്ഷെ ആദ്യ പുരുഷൻ തന്നെ തെറ്റിപ്പോയി. അവൻ പാപം ചെയ്ത് മരണത്തിന് വിധേയപ്പെട്ടു പോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന ഈ സമയത്ത്, അയ്യോ ലോകാവസാനം വന്നെത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ലോകാവസാനത്തിന്റെ ആരംഭം എന്നാണ് കുറിച്ചെന്നറിയാമോ? ആ യേശുക്രിസ്തുവിന്റെ ആ ബേത്ലഹേമിലെ ജനനം മുതൽ ലോകാവസാനത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങളോട് സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപം ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ സംസാരിച്ചത് വഴി ഇനി നിങ്ങൾക്ക് പാപത്തിന് ഒഴിവഴിവില്ല. അത് യേശുക്രിസ്തു ജനനത്തോടു കൂടി ഇവിടെ ഇതാ ലോകാവസാനത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൻ, നമുക്കറിയാം, അതും വിശദീകരിക്കുന്നില്ല. 30 വർഷക്കാലം അമ്മയപ്പന്മാരോട് കൂടെ ജീവിച്ചു. അവന്റെ അമ്മ മറിയ, അവന്റെ വളർത്തപ്പൻ യോസഫ്, അവൻ ജനിച്ചതോ കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും പാപമില്ലാത്തവനായിട്ട്. ഈ ഭൂമിയിൽ പാപമില്ലാതെ ജനിച്ച ഒരു വ്യക്തി, പുരുഷ രക്തത്തിൽ ജനിച്ചവരെല്ലാം പാപികളാ പ്രിയപ്പെട്ട. അവരെ വിശുദ്ധന്മാരായിട്ട് മറ്റൊരു മനുഷ്യനെ എങ്ങനെ കൽപ്പിച്ചാക്കുന്നത്? ഇതെല്ലാം പോഷത്വമാണ്. ദൈവത്തെ
ദൈവത്തിനെ പരിഹസിക്കുകയാണ്. എന്നാൽ പാപമില്ലാതെ ജനിച്ച, പുരുഷ രക്തം കൂടാതെ ജനിച്ച ഒരു വ്യക്തി യേശുക്രിസ്തു ആയിരിക്കാല് അവന്റെ രക്തത്തിന് മാത്രമേ നമ്മളെ കഴുകാൻ കഴിയത്തുള്ളൂ. അവൻ ക്രൂശിൽ മരിക്കേണ്ടി വന്നതെന്ന് വിശുദ്ധ നിണം ഭൂമിയിൽ ചൊരിയപ്പെടണം. ആ രക്തത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് മാത്രമേ പാപമോചനമുള്ളൂ. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഗോൽഗോഥാ മലമുകളിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, കണ്ടോ ദൈവത്തിൽ നമ്മളോട് അഗാധമായിരിക്കുന്ന സ്നേഹം? കണ്ടോ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തകർത്ത് കളഞ്ഞെന്ന്? നോക്കി, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മളെ ആദരിച്ചെന്ന്. അതേപോലെ ഇവിടെ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനേക്കാൾ ഉപരി സ്നേഹിച്ചത് പാപിയായ നിന്നെയാണ്, പാപിയായിരിക്കുന്ന എന്നെയാണ്. ഈ സ്നേഹമൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ജീവിതത്തിന് നമ്മളൊരു വില കൊടുക്കുമായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ സ്വർഗം വിട്ട് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇവനാൽ അത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആരാൽ? ഈ ക്രിസ്തുവിനാല്. അവൻ ദൈവത്തിന്റെ വചനമാണ്. അവനെ പറ്റി പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. എന്റെ പ്രിയയുടെ, സകലത്തിനെ സൃഷ്ടിച്ച ഈ ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് ഒരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി ഇറങ്ങി വരികയും നമ്മുടെ പാപങ്ങളെ സ്വയം ചുമന്ന് അവൻ ക്രൂശിൽ മരിക്കുകയും ചെയ്തു. അപ്പോൾ ആരുടെ മുമ്പിലാണ് ക്രിസ്തു മരിക്കേണ്ടി വന്നത്? ദൈവത്തിന്റെ മുമ്പിലോ സാത്താന്റെ മുമ്പിലോ അല്ല പ്രിയപ്പെട്ടത്, രണ്ടുപേരുടെ മുമ്പിലല്ല. പിന്നെയോ ദൈവത്തിന്റെ നിയമപുസ്തകത്തിന് മുമ്പില്. എന്താണ് നിയമപുസ്തകം? ന്യായപ്രമാണം. ന്യായപ്രമാണം എന്തെഴുതിയിരിക്കുന്നു? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് എഴുതപ്പെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണം എന്ന നിയമത്തിന് മുമ്പിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റ് നമുക്ക് പകരക്കാരനായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിരിക്കുകയാണ്. ഈ സദ്വർത്തമാനം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പാപത്തിന്റെ കടം ക്രൂശിൽ വെച്ച് മായ്ച്ചു കളഞ്ഞതാണ്. എന്നിട്ട് നിനക്കത് സ്വായത്തമാക്കാൻ ഇന്നവരെ കഴിയാതെ പാപിയായിട്ട് തീർന്നെങ്കിൽ അർത്ഥം എന്താണ്? അത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്കറിയാം, തിരശ്ശീല കീറി, ശത്രുത്വം നീങ്ങിപ്പോയി, പൗരോഹിത്യം ഇല്ലാതെയായി പോയി. യാഗങ്ങളും ബലികളും കർമ്മങ്ങളും ആചാരങ്ങളും വഴിപാടുകളും തീർത്ഥാടനങ്ങളും പദയാത്രകളും നോയമ്പുകളും പ്രിയപ്പെട്ടവരെ മറ്റു വിധമായിരിക്കുന്ന നമ്മൾ പറയുന്ന റാസകള്, മറ്റു വിധമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് തിരുനാളുകള്, പെരുന്നാളുകള് എല്ലാം ക്രൂശിൽ വെച്ച് മായ്ച്ചതാ പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ചെയ്തിട്ടും പാപമോചനം കിട്ടിയോ? നിങ്ങൾ എന്നോട് പറ, ഈ കഴിഞ്ഞ വർഷത്തെ സന്തോഷം നിങ്ങൾക്കൊന്നുണ്ടോ? ഇല്ല. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ പാപത്തിന്റെ ശക്തി കൂടുകയാണ്. ഇത്രമാത്രം നമ്മുടെ പാരമ്പര്യം ചെയ്തു വന്നിട്ടും നിങ്ങൾക്ക് ഇന്നേ വരെ ഒരു മാറ്റം വന്നിട്ടില്ല. സത്യമാണെങ്കിൽ സമ്മതിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. പക്ഷെ എന്താണ്? എന്നാൽ ആ ക്രൂശിലേക്ക് നോക്കിക്കേ. അവനെ ആ കാൽവരി ക്രൂശിൽ അടിയേൽക്കുമ്പോൾ നിന്റെ മേൽ വീഴേണ്ട അടിയാണ് അവൻ ഏറ്റത്. നിന്റെ പാപത്തിന്റെ ശിക്ഷയാണ് അവൻ ഏറ്റത്. നിന്റെ എന്ന് പറഞ്ഞാൽ എന്റെയും കൂടിയാണ്. അവൻ ആ ക്രൂശിൽ തൂക്കിക്കിടന്ന് കള്ളന്മാരുടെ പരിഹാസവും പാപികളുടെ വായിലെ തുപ്പലും ഏൽക്കുമ്പോൾ ഇതെല്ലാം നിന്റെ മേൽ വീഴേണ്ടിയാണ്, എന്റെ മേൽ വീഴേണ്ടിയാണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്താണ് കുഞ്ഞെ? നമ്മളെ ദൈവം ബഹുമാനിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ മേൽ വീഴേണ്ട നിന്ന, നമ്മുടെ മേൽ വീഴേണ്ട മരണം, നമ്മുടെ മേൽ വീഴേണ്ടിയിരിക്കുന്ന അപമാനം തന്റെ പുത്രന്റെ മേൽ കൊടുപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ബഹുമാനിച്ച് പ്രിയപ്പെട്ട സ്നേഹിച്ച് പ്രിയപ്പെട്ട ദൈവം നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ തിരശ്ശീല കീറിയല്ലോ. നമ്മളോടുള്ള ദൈവത്തിന്റെ ശത്രുത്വമാണ് ഈ തിരശ്ശീല. അത് കീറിക്കളഞ്ഞ് ഏത് പാപിക്കും യാഗങ്ങളില്ലാതെ ബലികളില്ലാതെ ദൈവത്തിന്റെ അടുക്കിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് കടന്നു ചെല്ലുവാൻ ഇന്നും ജീവന്റെ പുതുവഴിയായിട്ട് ആ ക്രിസ്തുവിന്റെ രക്തം നമ്മളോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ആകയാൽ അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിന്റെ വലത്ത് ഭാഗത്ത് അമർന്നു. താൻ വാഗ്ദത്തം ചെയ്ത വണ്ണം യേശു ക്രിസ്തു മടങ്ങി വരും കേട്ടോ. നിങ്ങൾ അംഗീകരിച്ച ഈ സുവിശേഷം നിങ്ങൾ അംഗീകരിച്ചാലും നിന്ദിച്ചാലും പ്രിയപ്പെട്ടവരെ, ഞങ്ങളെപ്പോലുള്ള സുവിശേഷന്മാരെ പരിഹസിച്ച് ദേശത്ത് ഓടിച്ചാലും ഞാൻ ഒരു കാര്യം പറയാം, യേശു ക്രിസ്തു മടങ്ങി വരും. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി ഒറ്റയ്ക്കൊറ്റ യേശുക്രിസ്തു മുമ്പിൽ കണക്ക് തീർക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ കണക്ക് തീർക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ, എന്നെ പോലെ നിങ്ങളും പാപം ചെയ്തവരാണ്. എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കൊടുത്തതിന് മുമ്പിൽ നമുക്ക് പകരക്കാരനായിട്ട് അവൻ മരിച്ചിരിക്കുക വഴി നമുക്ക് ആ ക്രൂശിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയാം, കർത്താവേ ഞാൻ വരുന്നു, ഞാൻ ആ ക്രൂശിലേക്ക് വരുന്നു, എന്റെ പാപത്തിന് പരിഹാരം വരുത്തി തരുവാൻ ആ രക്തത്തിൽ ആശ്രയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ടൊന്ന് മാനസാന്തരപ്പെട്ടാലോ? എന്താണ് ഈ മാനസാന്തരം? നിങ്ങൾ ചിലർ പറയുന്നത് ഞങ്ങൾ കള്ളൊന്നും കുടിക്കാറില്ല, പിന്നെ എന്നോ മാനസാന്തരമാ. ചിലർ കള്ളുകൂടി 10 ദിവസം നിർത്തുന്നു. അതിന് കള്ളുകൂടിന്റെ മാനസാന്തരം എന്താണ്? കൂടി വന്നാൽ 6 മാസം എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. ഇതൊന്നും അല്ല പ്രിയപ്പെട്ട ഒരു മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, നമ്മുടെ പാരമ്പര്യത്തിലേക്ക് ഒന്ന് പോയേ. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അനുവർത്തിച്ചു വന്നിരിക്കുന്ന ഈ പാരമ്പര്യത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞോ? പാപമോചനം നൽകി തന്നോ? ഇല്ല. അതിനെ തള്ളിക്കളഞ്ഞു. ഇതാ മാനസാന്തരം. ഇന്ന് അവരെ രക്ഷിക്കാൻ കഴിയാത്ത മതഭക്തി തള്ളി ഞാൻ തള്ളിക്കളഞ്ഞില്ല പ്രിയപ്പെട്ട, ഞാൻ നിഷ്കരണം എന്നെ തള്ളിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം, യഹൂദനായിരിക്കുന്ന ശൗല് അല്ലെങ്കിൽ പൗലോസ് തന്റെ മതഭക്തി യഹൂദ മത പാരമ്പര്യത്തിന്റെ ബേസ്റ്റ് പിന്നിൽ ഇട്ടെന്നായിരിക്കും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തില് പത്രോസും മറ്റെല്ലാവരും അവരുടെ യഹൂദ മതം തള്ളിക്കളഞ്ഞു. ഞങ്ങളെപ്പോലെ അനേകരും അവരുടെ പിതൃപാരമ്പര്യം തള്ളിക്കളഞ്ഞിട്ടാണ് ഈ മൈക്കമെടുത്ത് പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആകയാൽ എന്താണ്? ഇന്നവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നമ്മുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും നമ്മളെ വഞ്ചിച്ച് കളഞ്ഞ പൗരോഹിത്യ ശുശ്രൂഷകളെ തള്ളിക്കളഞ്ഞിട്ട് ഈ യേശുക്രിസ്തുവിനെ, നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കഷ്ടമേറ്റ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ,
ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിക്കണം. അവനെ മാത്രമേ നിങ്ങൾ വണങ്ങാവൂ പ്രിയപ്പെട്ടവരെ. മരിച്ചു പോകുന്ന ഒരു പുരോഹിതനെ പിതാവിനെ തിരുമേനി എന്ന് വിളിക്കേണ്ട ദൈവം എന്ന് എൻ്റെ അർത്ഥം. കർത്താവല്ലേ പറഞ്ഞത്, ഈ ഭൂമിയിൽ ആരെ നിങ്ങൾ പിതാവെ എന്ന് വിളിച്ചേക്കല്ലേ, നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, സ്വർഗ്ഗസ്ഥൻ തന്നെ. എത്ര ഭയങ്കരമായിരിക്കുന്ന പാപമാണ് നമ്മൾ ചെയ്യുന്നത്. കള്ളുകുടിയേക്കാളും കൊലപാതകത്തെക്കാളും വലിയ പാപമാണ് മരിച്ചു പോകുന്ന ഒരു പുരോഹിതനെ നോക്കി പിതാവെ എന്നോ തിരുമേനി എന്ന് വിളിക്കുന്ന ദൈവമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാനസാന്തരം വേണ്ടേ? തീർച്ചയായിട്ടും മാനസാന്തരം വേണം. അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം വേണം സ്നാനത്തിലേക്ക് വരാൻ. ആ സ്നാനം എന്ന് പറഞ്ഞാൽ ഈ സ്നാനത്തെ നിങ്ങൾ എതിർക്കുവോളം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ എതിർക്കുകയാണ്. മാനസാന്തരപ്പെട്ടിട്ട് ആ പാപമോചനത്തിനായിട്ട് അവനോട് ചേരുവാൻ സ്നാനമേറ്റിട്ടല്ലാതെ നിങ്ങൾക്ക് ആർക്കും ക്രിസ്തുവിന്റെ രാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. ഒരുത്തനും കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ, ഒരുത്തനും കഴിയത്തില്ല. ആകയാൽ സ്നാനത്തെ എതിർക്കുകയും സ്നാനത്തിനെതിരെ പഠിപ്പിക്കുന്നവരെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ 1-ാം നമ്പർ ശത്രുക്കളാണ്. അത് അവരോട് കൂടെ നിന്നെയും നരകവിധിയിലേക്ക് കൊണ്ടുപോകാൻ സാത്താന്റെ വഞ്ചനയാണ്. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാ ഈ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണോ പ്രിയപ്പെട്ടവരെ? ഞാൻ വന്ന് പഠിപ്പിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഭവനം തുറന്നിട്ടെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ പ്രിയപ്പെട്ടവരെ. അതിനുള്ള ജ്ഞാനം ദൈവം തന്നിട്ടില്ലയോ? നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ കേട്ടാൽ മതി. നിങ്ങൾ എന്താണ് ഈ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പുരോഹിതന്മാരെ ഭയപ്പെടില്ല, പുരോഹിതന്മാർ നിങ്ങളെയും ഭയപ്പെടുന്നില്ല. നിങ്ങൾ പോയി രക്ഷപ്പെടാനത്രേ അവരും പറയേണ്ടത്. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കും. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ പരിശുദ്ധാത്മാവ് ഉള്ളവരൊക്കെയും ദൈവത്തിനുള്ളവര്, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർ ദൈവത്തിനുള്ളവരല്ല. അപ്പോൾ നിങ്ങൾ പറയാടാ സ്നാനമേറ്റ കുറെ പേര് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാമല്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡൈവോഴ്സ് സംഭവിക്കുന്നത് വഴി നിങ്ങളുടെ കുഞ്ഞിന്റെ വിവാഹം നടത്താതിരിക്കുമോ? ഇല്ല. എന്നാൽ നോക്കുവാൻ ദൈവഭയമുള്ളവൻ വിശുദ്ധിയിൽ തികയ്ക്കും പ്രിയപ്പെട്ടവരെ. ഓരോ ദിവസവും കർത്താവിന്റെ കൽപ്പനയിൽ താഴ്ത്തിക്കൊണ്ട് അവന്റെ കുടുംബജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട്, എനിക്ക് തന്ന ഭാര്യയെ ബഹുമാനിച്ചും സ്നേഹിച്ചും കൊണ്ട് അവളുടെ കുറ്റങ്ങളെ ക്ഷമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവൾക്ക് തന്ന ഭർത്താവിനെ ബഹുമാനിച്ചും ഭർത്താവിന് കീഴടങ്ങിയും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കും പ്രിയപ്പെട്ടവരെ. ഓരോ വിവാഹ ജീവിതത്തിനും ഓരോ എതിർ കാര്യം നമ്മുടെ കണക്ക് തീർക്കണം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോ എവിടെ പോയി കഴിഞ്ഞാലും വിവാഹ ജീവിതങ്ങളുടെ തകർച്ച കാണാൻ പറ്റും. എന്നാൽ നിങ്ങളോട് ഞാൻ കാര്യം പറയട്ടെ, വിവാഹ ദിവസം നിങ്ങളൊരു വാഗ്ദത്തം ദൈവത്തോട് കരുതിയല്ലോ, ഒരു പ്രതിജ്ഞ ചെയ്തല്ലോ, മരണം വരെ ഞാൻ നിന്നെ പോറ്റി പുലർത്താമെന്നും ഞാൻ വിശ്വസ്തനായിട്ടിരിക്കാമെന്നും തിരിച്ചും മറിച്ച് ഞാൻ നിനക്ക് കീഴടങ്ങിയിരിക്കാമെന്നും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ മുമ്പിലാണ് ഈ നിയമം നിങ്ങൾ നിന്റെ പ്രതിജ്ഞ എടുത്തത്. മരിച്ചതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ചെയ്ത ഓരോ അതിർത്തികൾക്കും കണക്ക് തീർക്കുന്ന ആൾ നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കുമോ? നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയ കാര്യമാണ്. നല്ല പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നോക്കുവിന് നിങ്ങളെല്ലാവരും പാപം ചെയ്തവരാ, ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ പാപം ചെയ്തവരാ. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്താണ്? ഒന്ന് മടങ്ങി വരാന്, ആ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ഒന്ന് കുളിപ്പാന് നിങ്ങളെ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആ ദൈവത്തിന്റെ നീതിയിലേക്കൊന്ന് തിരിച്ചു വരുവാനാണ് ഞങ്ങൾ സുവിശേഷം ഘോഷിക്കുന്നത്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ചാല് ഒരു പെൺകുട്ടി തന്റെ വിവാഹ ദിവസം മുതൽ അല്ലെങ്കിൽ എന്താണ് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പുരുഷന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന പോലെ ആ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് വിശ്വാസ ജീവിതം. അല്ല സ്നാനമേറ്റ വിവാഹം കഴിച്ചുകൊണ്ട് വിവാഹം എന്തിൽ വരെ ചെല്ലത്തില്ല പ്രിയപ്പെട്ടെ. എന്നാൽ സ്നാനമേറ്റവര് കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്നു. ഇതാണ് ദൈവഭയത്തെ തികയ്ക്കുക എന്ന് പറയുന്നത്. അവൻ പാപം ചെയ്യുവാൻ പോകുന്നില്ല, മനഃപൂർവ്വം പാപം ചെയ്യുവാൻ കഴിയത്തില്ല. അവനെന്താണ് കഷ്ടങ്ങളും നിന്നുകളുമേറ്റുകൊണ്ട് കർത്താവിന്റെ സാക്ഷിയായിട്ട് തുടരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും കർത്താവിന് വേണ്ടി സാക്ഷിയായിട്ട് നിൽക്കുന്നുവെങ്കിൽ, അവന് വേണ്ടി കഷ്ടം സഹിക്കുന്നുവെങ്കിൽ, നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മുടെ ധരിച്ചു പോകുന്ന ശരീരത്തെ അവൻ മാറ്റുകയും തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്നുകൊണ്ട് ആ നീതി വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ അവന്റെ മുമ്പിൽ മണവാട്ടിയായിട്ട് നിൽക്കും പ്രിയപ്പെട്ടവരെ. ആ രാജകിരീടം നമ്മുടെ മേൽ അവൻ അണിയിക്കും. നോക്കുവിന് ഒത്തിരി കഥകളുണ്ടെന്ന് ഞാനിപ്പം വിട്ടുകളയുന്നു. എന്നാൽ നോക്കുവിന് അവൻ നമുക്ക് കിരീടം തന്നുകൊണ്ട് അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെയും കൂടി ഇരുത്തിയിട്ട് 1000 വർഷം ഭൂമിയിൽ തന്നെ ഇതേ ഭൂമിയിൽ നമ്മൾ രാജാവായിട്ട് വാഴുകയും അതിനുശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. ഇതാണ് എന്റെ പ്രത്യാശ. ഞാൻ ഇത് പ്രസംഗിക്കുന്നത് തെറ്റാണോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, നിങ്ങളും വിചാരിക്കത്തില്ല. ഇത്രയും വലിയൊരു പ്രത്യാശ നമുക്ക് ദൈവം സൗജന്യമായിട്ട് തന്നിട്ടും അത് സ്വീകരിപ്പാൻ നിങ്ങളുടെ മതഭക്തിയും മനുഷ്യന്മാരോടുള്ള ഭയവും നിങ്ങളെ തടസ്സപ്പെടുന്നു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഒരു ഭീതികളോടെ ചെല്ലത്തില്ല. മനുഷ്യനെ ഭയപ്പെടുന്നവൻ ആരോട്? ഞാൻ എത്ര ധൈര്യത്തോടെ എന്ന് പ്രസംഗിക്കുന്നത് പ്രിയപ്പെട്ട, ദൈവം എന്റെ കൂടെ ഇല്ലയോ? അല്ലെങ്കിൽ നിങ്ങൾ പലരും എന്നെ പണ്ടേ ചുരുട്ടിക്കൂട്ടി കളയേണ്ടതാ. പക്ഷെ കർത്താവ് അനുവദിക്കുമ്പോഴും ആർക്കും തൊടാൻ കഴിയത്തില്ല. കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ട, അതൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് വേറെ ദേശത്താണ്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞ് നിങ്ങളുടെ മതഭക്തിയിലും പാരമ്പര്യത്തിലുമാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞങ്ങൾ കരഞ്ഞോണ്ട് പ്രസംഗിക്കുന്നത് അറിയാമോ? എന്റെ പ്രിയപ്പെട്ട, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല, അരമണിക്കൂറേ ഉറങ്ങിയുള്ളൂ. അരമണിക്കൂർ വെറും 30 മിനിറ്റ് ഞാൻ ഉറങ്ങിയുള്ളൂ. ബാക്കി സമയം മുഴുവനും ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ചു, വചനം വായിച്ചു, പ്രാർത്ഥിച്ചു, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കുന്ന പ്രിയപ്പെട്ടവരെ. അല്ലാതെ മൈക്കും തൂക്കി വെറുതെ രാവിലെ നിങ്ങളെ മെനക്കെടുത്താൻ ഇറങ്ങിയതല്ല. നിങ്ങൾ അറിഞ്ഞോണം, ഇത് നിങ്ങൾ അറിഞ്ഞോണം പ്രിയപ്പെട്ട, വേദനയോടെ പ്രസംഗിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഈ സുവിശേഷം തള്ളിക്കളഞ്ഞ് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് കർത്താവിനോട് ചേരുവാൻ മനസ്സില്ലാതെ നിങ്ങൾ ഈ ലോകത്തിൽ
പാപിയായിട്ടാണ് അടക്കപ്പെടുന്നെങ്കിൽ അത് ആരായാലും ഏത് കൂടിയവനായാലും പ്രിയപ്പെട്ടവരെ, ഇന്നാണ് ക്രിസ്തു വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന ലോകം അവസാനിക്കുമെന്നും ആ ലോകാവസാന ദിവസം എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. ഇതേ രൂപത്തിൽ അന്ന് പ്രസംഗിച്ച വിജയനെ നിങ്ങൾക്ക് കാണാം, നിങ്ങളെ എനിക്കും കാണാം. നടുക്ക് യേശുക്രിസ്തുവിന്റെ സിംഹാസനമുണ്ട്. നമ്മുടെ സകല രഹസ്യങ്ങളും പാപങ്ങളും അവൻ പരസ്യപ്പെടുത്തി ഈ പ്രസംഗം വെച്ച് നിങ്ങളെ ന്യായം വിധിച്ച് അവൻ നിന്നെ നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞാൽ അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, സമയമില്ല, കാലമില്ല. പ്രിയപ്പെട്ടത് എറ്റേണലാണ്, ഇൻഫിനിറ്റി ആണ്. നമുക്കല്ല, നിങ്ങളെല്ലാം എണ്ണൽ സംഖ്യ പഠിച്ചിട്ടുണ്ടല്ലോ. നടുക്ക് 0 ആണ്, വലത്തോട്ട് പോയാൽ +1, +2, +3 എന്തുണ്ടോ പ്രിയപ്പെട്ടത്? അവസാനത്തെ എണ്ണൽ സംഖ്യ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇടത്തോട്ട് പോയി കഴിഞ്ഞാലോ -1, -2, -3, അതിനും അവസാനമില്ല. പ്രിയപ്പെട്ട ഈ ഭൂമിയിലെ ജീവിതമാണ് 0 എന്ന് പറയുന്ന അനുഭവം. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം? നെഗറ്റീവിലേക്ക് പോകണമോ പോസിറ്റീവിലേക്ക് പോകണോ? രണ്ടും എറ്ററിലാണ്. നിങ്ങൾ എന്നാണ് വിശുദ്ധിയെ തികയ്ക്കുന്നവെങ്കിൽ ഉയരങ്ങളിലേക്ക് നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കും. അവസാനമില്ലാത്ത നിത്യതയിലേക്ക് പോകും. പാപിയായിട്ട് അണക്കപ്പെടുന്നതെങ്കിൽ നിത്യമായിരിക്കും നരകത്തിന്റെ അടിത്തട്ടിലേക്ക് അവസാനമില്ലാതെ നിങ്ങൾ എരിഞ്ഞുകൊണ്ടിരിക്കും. എന്ത് വേണം നിങ്ങൾ തീരുമാനിക്കാം. ഞാൻ ഏതായാലും എന്റെ കർത്താവിന്റെ വഴി തെരഞ്ഞെടുത്തു. അതാണ് എന്റെ ഏറ്റവും ജയം, അതാണ് എനിക്ക് ലാഭമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആകിയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങളോ നരകത്തിലേക്ക് ഒടുങ്ങിപ്പോകാതിരിപ്പാന് മാനസാന്തരപ്പെട്ട് ഏകരക്ഷകനും ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് പാപമോചനം നേടി, സ്നാനമേറ്റ് പാപമോചനം നേടി അവന്റെ മക്കളും വിശുദ്ധരുമായിട്ട് കഷ്ടം സഹിച്ച് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം ഞാനിവിടെ നിർത്തുകയാണ്. വിശ്വസിക്കുന്ന ഏവനെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.